വലിയൊരു രോഗം വന്നു. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ഖുർആൻ ഓതിയ ആളാ, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിച്ചതാ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്ക കൊടുത്തതാ, എന്നിട്ട് ഈ രോഗം തന്നല്ലോ. ആ ദൈവമൊന്നുമില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു ചാഞ്ചാട്ടമില്ലാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് റബ്ബ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയവരുണ്ട്. നമ്മുടെ ഈ മലപ്പുറം അങ്ങാടിയിൽ തന്നെ, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് ഈ ഉള്ളവൻ സൂചിപ്പിച്ചത്. അങ്ങനെ എന്തെങ്കിലും വരുമ്പത്തിന് എല്ലാവരും ഒഴിവാക്കി പോവുക. ഇനിയോ റബ്ബ് പറയുന്നില്ലേ, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, അതേ നിങ്ങളുടെ ശരീരത്തിന് പരീക്ഷണം തരും, നിങ്ങളുടെ സമ്പത്തുകൾക്ക് പരീക്ഷണം തരും. ഇവയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. ഇനി നമുക്ക് പരീക്ഷണമല്ല എന്ന് തോന്നുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ഭയങ്കര പെട്ടെന്ന് ഒരുപാട് സമ്പത്ത് റബ്ബ് തരും. പട്ടിണിപ്പാവുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു ജോലി കിട്ടി, നല്ല സാലറി അല്ലേ, നല്ല ഇൻകം അവനുണ്ട്, എല്ലാം കൊണ്ട് ഉഷാറാ, നല്ല വീട് പെട്ടെന്ന് വെച്ചു, നല്ല വാഹനം മേടിച്ചു, നല്ലൊരു കുടുംബജീവിതം, എല്ലാം കൊണ്ട് ഇങ്ങനെ ഉഷാറായി പോവാ. അതും പരീക്ഷണാന്നാ, അതും പരീക്ഷണാന്നാ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അതേ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ, തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനെ ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമി ലോകത്ത് നിനക്ക് നൽകിയ കാര്യങ്ങളെയൊക്കെ ഒരു അലങ്കാരമാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് പറഞ്ഞതെന്താ, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിനക്ക് റബ്ബ് നൽകിയ സമ്പത്തുണ്ട്, നിനക്ക് റബ്ബ് നൽകിയ സ്വത്തുണ്ട്, നിനക്ക് റബ്ബ് നൽകിയ വാഹനമുണ്ട്, ശീതീകരിച്ച റൂമുകളുണ്ട്, അതേ കൊട്ടാര സമുച്ചയമായ വീടുകൾ നിനക്കുണ്ട്. ഇതൊക്കെ നൽകിയത് നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടം കൊണ്ട് മാത്രമല്ല, നിനക്ക് റബ്ബ് നൽകിയ പരീക്ഷണം കൂടിയാ, നിനക്ക് റബ്ബ് നൽകിയ പരീക്ഷണമാണ്. അതേ നിന്റെ കച്ചവടത്തിൽ വലിയ ഒരുപാട് ആളുകൾ തിങ്ങിക്കേറിക്കൊണ്ടിരിക്കുന്നു, നിനക്ക് ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത തിരക്ക് നിന്റെ കച്ചവടത്തിനുണ്ട്. ആ കച്ചവട തിരക്ക് കാരണം അതേ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോൾ പള്ളിയിൽ വന്ന് 4 റക്അത്ത് നമസ്കരിക്കാൻ അവന് സമയമില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പമാരെ, അതൊരു പരീക്ഷണമാണ്. അതേ രാത്രി കച്ചവടം കാരണത്താൽ സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, ആ ഒരു സമ്പത്തിലുള്ള ആ ഒരു കച്ചവടത്തിലുള്ള പരീക്ഷണമാണെന്ന് നാം ആലോചിക്കണം, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. റബ്ബ് നൽകിയ വാഹനങ്ങൾ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ, റബ്ബ് നൽകിയ കുടുംബം, ഇവയെല്ലാം നിന്നെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്നവയാണോ? നീ ആലോചിക്കണേ, നീ ചിന്തിക്കണേ, നീ ഗൗരവത്തോടു കൂടി എടുക്കണേ. ഇതൊക്കെ റബ്ബ് നമ്മോട് പഠിപ്പിച്ചു തരും. കാരണം ദുനിയാവിലെ സുഖലോലിപതകൾ അടക്കം പ്രിയപ്പെട്ടവരെ പരീക്ഷണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ഒരു ഹദീസ്. എന്താ ഹദീസ്? ഇന്ന ദുനിയാ ഹുലുവത്തുൻ ഖളിറത്തുൻ, ദുനിയാവ് എന്നുള്ളത് ഹുലുവത്തുൻ ഹളിറത്താണ് അല്ലേ? ദുനിയാവ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എന്താ? അത് ഹുലുവത്താണ്, മാധുര്യമുള്ളതാണ്. ഖളിറത്തുൻ, പച്ചപ്പുള്ളതാണ്. അതായത് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ നേടണം, ഒക്കെ എടുക്കണം, ഒക്കെ എനിക്ക് ലഭിക്കണമെന്ന ചിന്തയുണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ആ ദുനിയാവിൽ പരസ്പരം അനന്തരാവകാശികളെ, നിങ്ങൾക്ക് ആ സമ്പത്തൊക്കെ റബ്ബ് നൽകി, നിങ്ങൾക്ക് ആ സമ്പത്തൊക്കെ റബ്ബ് നൽകി. എന്തിന്? കൈഫ തഅമലൂൻ ഫയൻളുറു കൈഫ തഅമലൂൻ, ഇതെല്ലാം ലഭിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടി. നമുക്ക് നല്ല ജോലിയുണ്ട്, സക്കാത്തും സദഖയൊക്കെ കൊടുക്കാനുള്ള സമ്പത്ത് റബ്ബ് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് കൊടുക്കാനും അവൻ്റെ കൈ ഇങ്ങോട്ട് കേശിക്കാണ് പോണില്ല അല്ലേ? നല്ല ആരോഗ്യം റബ്ബ് നൽകിയിട്ടുണ്ട്. അള്ളാന്റെ ദീനിന് വേണ്ടി നടക്കാൻ, പ്രവർത്തിക്കാൻ ആ ആരോഗ്യത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എത്ര മനോഹര. അതിൻ്റെ ബാക്കി പറയാം, ഫത്തഖുദ്ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണേ.
നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ. ദുനിയാവ് മധുരമുള്ളതാണ്, പച്ചപ്പുള്ളതാണ്. നിങ്ങളെങ്ങനെ ആകർഷിക്കും. നിങ്ങൾ അതിലെങ്ങാനും അകപ്പെട്ടു പോയാൽ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നല്ല രൂപത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തന്നു മാത്രമല്ല പരീക്ഷിക്കുക, സുഖലോലിപത തന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇനിയോ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും റബ്ബ് നമ്മെ പരീക്ഷിക്കും. തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും റഹ്മാനായ റബ്ബ് നമ്മെ പരീക്ഷിക്കും. വലനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകിയതാ. വലനബ്ലൂക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? ബിശ്ശർരി വൽ ഖൈർ, തിന്മകൾ നിങ്ങൾക്ക് ഇങ്ങനെ തരും. അപ്പം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാ? നിങ്ങൾക്ക് നന്മകൾ തരും, അപ്പോഴും നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പഠിപ്പിച്ചു തരുന്നൊരു വാചകം പഠിപ്പിക്കുകയാണ്. അതേ റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ബിശ്ശിദ്ദത്തി വറഖാ വസിഹ്ഹതി വസ്സഖമി വൽഗിനാ വൽഫഖർ വൽഹലാലി വൽഹറാമി വത്താഅതി വൽമഅസിയതി വൽഹുദാ വദ്ദലാല. എന്താണ്? ക്ഷാമവും ക്ഷേമവും കൊണ്ടും ആരോഗ്യവും അനാരോഗ്യവും കൊണ്ടും സമ്പത്തും ദാരിദ്ര്യവും കൊണ്ടും അനുവദനീയമല്ലാത്തത് കൊണ്ടും അനുസരണവും ധിക്കാരവും കൊണ്ടും നേർമാർഗവും ദുർമാർഗവും കൊണ്ടും നിങ്ങളെ റബ്ബ് പരീക്ഷിക്കുന്നതാണ്. ഇതൊന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കല്? ഒരുപാട് തിന്മകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല പരീക്ഷണം. നിങ്ങൾക്ക് റബ്ബ് നൽകിയ ആരോഗ്യം അത് പരീക്ഷണമാണ് എന്ന്. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം ഏതാ ചോദ്യം? നിസ്കാരത്തെ പറ്റിയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, അത് കർമ്മങ്ങളുടെ വിഷയത്തിൽ. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? എടോ, നിനക്ക് നിന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയില്ലേ? നിന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയില്ലേന്ന് റബ്ബ് ചോദിക്കുന്ന അല്ലേ? അതൊരു പ്രിയപ്പെട്ടവരെ പരീക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. ഇനി എങ്ങനെയാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുക? പരീക്ഷണം എന്താ? ഒരു പരീക്ഷ അല്ലേ? ആ കുട്ടി വിജയിച്ചാലാണ് അവന് മുന്നോട്ട് ചവിട്ടുപടികൾ കയറി യാത്രയാവാൻ കഴിയുക. അവനതിൽ പരാജയപ്പെട്ടാലോ അവൻ ഏറെ വേദനയിലാകും, ഏറെ സങ്കടത്തിലാവും. ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇവയിലെല്ലാം നാം വിജയിക്കുക? ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ അതിങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞിട്ടുണ്ടോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എത്രയോ അത്ഭുതമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മുഅ്മിനിന്റെ കാര്യം എത്രയോ അത്ഭുതമാണല്ലോ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ, ഇത് മുഅ്മിനല്ലാതെ സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഇല്ല തന്നെ. ഇൻ അസാബതുഹു സറാ, അവന് സന്തോഷമുളവാക്കുന്ന, സന്തോഷം ലഭിക്കുന്ന, ആഹ്ലാദം ലഭിക്കുന്ന ആനന്ദകരമായ ഒരു കാര്യം അവന് വരികയാണ്. അവൻ എന്ത് ചെയ്യും? ശക്കറാ, റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞവൻ പറയും, നന്ദി രേഖപ്പെടുത്തും, റബ്ബിന് ശുക്റുകൾ അധികരിപ്പിക്കും. ഇനി ആ ഹദീസിന്റെ ബാക്കി എന്താ പ്രിയപ്പെട്ടവരെ? വഇൻ അസാബതുഹു ദർറാ, ആ മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രയാസം വരികയാണ്, രോഗം വരികയാണ്, മക്കളില്ല, സാമ്പത്തിക പ്രതിസന്ധിയാണ്, കടബാധ്യതയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും സബറാ, അവൻ ക്ഷമിക്കും, അവൻ ക്ഷമിച്ചുകൊണ്ടേ മുന്നോട്ട് പോകും. ഇവനാ മുഅ്മിൻ അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങോട്ട് വരേണ്ടത് എന്താ പ്രിയപ്പെട്ടതെന്നറിയോ? റബ്ബേ, നീ എനിക്ക് ഖൈറ് തന്നപ്പോൾ ഞാൻ നിന്നെ ശുക്ർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു വസ്തിയത്തിലുള്ളവരാണ്. അൽഹംദുലില്ലാന്ന് റബ്ബൊരു സന്താനത്തെ തന്നപ്പോൾ, റബ്ബൊരു വാഹനം തന്നപ്പോൾ, റബ്ബൊരു ജോലി തന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു രോഗം വന്നപ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, ഞാൻ ക്ഷമിച്ചു, പടച്ചോനെ ഞാൻ ഉൾക്കൊണ്ടു, എൻ്റെ പാപങ്ങൾ പുറത്തു തരാനാണല്ലോ ഇതൊക്കെ തന്നത്,
എന്ന് മനസ്സറിഞ്ഞ് പറയാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഉ റബ്ബുഹു ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. അതേ മനുഷ്യനെ അവൻ്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു. അല്ലേ? അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പോൾ ആ നല്ല സുഖലോലിപതയാണുള്ളത്. അപ്പം എന്താ പറയും? അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു. ഇനിയോ ബാക്കി ആയത്തുകൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. വഅമ്മാ ഇദാ മബ്തലാഉ ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലേ? അവനൊരു പരീക്ഷണം ഇട്ട് കൊടുത്തു, അവനൊരു പ്രയാസം ഇട്ട് കൊടുത്തു. അപ്പോൾ അവനെന്താ പറയാ? അള്ളാഹു എന്നെ അപമാനിച്ചിരിക്കുന്നു, അള്ളാഹു എന്നെ പ്രയാസപ്പെടുത്തുന്നു, അള്ളാഹു എന്നെ പ്രതിസന്ധിയിലേക്ക് വീഴ്ത്തുന്നു എന്നാ മനുഷ്യൻ പറയാന്ന് ആരാ പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന മനോഹരമായൊരു ഹദീസ് ഉണ്ട് കേട്ടോ. വലിമൻ ഉബ്തുലിയ, ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ ഫസബറ, അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അവൻ എത്ര നല്ലവനാണ്. ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടു, അവൻ ക്ഷമിച്ചു, അവൻ എത്ര നല്ലവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ മഹാനായ ഇമാം നാസിറുസ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരം ആയത്തുകളൊക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. ലൈസ കുല്ലു മൻ അംതുഹു ഫിദ്ദുനിയ ഫഹുവ കരീമുൻ അലിയുൻ വലാ കുല്ലു മൻ ഖദറത് അലൈഹി റിസ്ഖഹു ഫഹുവ മുഹാനുൻ ലദയ്യ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിരുത്തി കേൾക്കേണ്ട കാര്യമാണ്, ഇഹലോകത്ത് നാം അനുഗ്രഹിച്ചവർ എനിക്ക് ആദരവുള്ളവരാണെന്നോ ഞാൻ സ്നേഹിക്കുന്നവരാണെന്നോ എന്നർത്ഥമില്ല. എന്നാൽ ഇഹലോകത്ത് ഉപജീവനത്തിൽ കുടുസത അനുഭവപ്പെട്ടവർ, പ്രയാസം അനുഭവിച്ചവർ, പ്രതിസന്ധി അനുഭവിച്ചവർ, ദരിദ്രത അനുഭവിച്ചവർ, സമ്പത്തില്ലാതെ പ്രതിസന്ധി അനുഭവിച്ചവർ, അവർ എനിക്ക് ഇഷ്ടമില്ലാത്തവരാണെന്നോ അർത്ഥമില്ല. അതായത് റബ്ബ് നമുക്ക് രോഗം നൽകിയാൽ റബ്ബ് നമ്മളെ കഷ്ടപ്പെടുത്തി നല്ല പ്രിയപ്പെട്ടവർ അതിൻ്റെ അർത്ഥം അല്ല. അർത്ഥം ഇതിങ്ങനെ വാചകം കൊണ്ട് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും കഴിയും. അതിൻ്റെ അപ്പുറം ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങണം, അതിൻ്റെ അപ്പുറം ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. അല്ലേ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, നെയിൽ നദിക്ക് പാലം കെട്ടാൻ അത്രയും ഗ്രന്ഥങ്ങൾ രചിച്ച ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഒരുപാട് പ്രയാസം അനുഭവിച്ച, ജയിലിലടക്കപ്പെട്ട, പ്രതിസന്ധികൾ അനുഭവിച്ച മഹാവ്യക്തിത്വം. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, വ ഇന്നൽ അബ്ദ, ഒരു അടിമ റബ്ബിനെ കുറിച്ച് അശ്രദ്ധനാകുന്നു. അപ്പൊ റബ്ബ് ആഗ്രഹിക്കും എന്ത്? അവൻ എന്നിലേക്കൊന്ന് അടുക്കണം, എൻ്റെ അടിമ. അല്ലേ? കാരണം റബ്ബിനെ പറ്റി പരിചയപ്പെടുത്തി തന്നെ എന്താ? വദൂദ് എന്നാ പറയപ്പെട്ടത്. വദൂദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിമകളെ ഏറെ ഇഷ്ടപ്പെടുന്നവെന്ന്. അടിമകളെ ഏറെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ എന്ത് താന്തോന്നിത്തരം കാട്ടിയാലും ഒക്കെ പരിഹരിച്ച് ആരാരും കാണാതെ, ആരാരും അറിയാതെ, ആരുടെയും മുന്നിൽ വെളിവാക്കാതെ റബ്ബ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അവൻ്റെ അടിമ അള്ളാഹുവിനെ തൊട്ടിങ്ങനെ മറന്ന് ജീവിക്കുമ്പോൾ അള്ളാഹു ആഗ്രഹിക്കും അവൻ എന്നിലേക്കൊന്ന് അടുക്കണമെന്ന്. അതിനുവേണ്ടി റബ്ബ് ഫയുർസിലു ലഹു ബലാഅൻ, അതെ അവന് ഒരു പരീക്ഷണം റബ്ബ് ഇറക്കിക്കൊടുക്കുന്നതാണ്. അവനെ പ്രയാസപ്പെടുത്താനല്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ? ബിദിക്രി യദ്കുറുഹു ബിഹി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർത്ത് അവൻ ജീവിക്കുമ്പോൾ റബ്ബ് എന്താക്കും? റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു പ്രതിസന്ധിയെ റബ്ബ് എടുത്താണ് കളയുന്ന. ആ ബലായിനെ അള്ളാഹു എടുത്തു കളയും ഇൻഷാ അല്ലാഹ്. പ്രവാചകന്മാരുടെയും മഹാരഥന്മാരായ മുൻഗാമികളുടെയും ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ഒന്ന് നോക്കിയ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞ ഇതൊക്കെ നമ്മളെ മനസ്സിനോട് കൊള്ളനട്ടോളി പ്രിയപ്പെട്ടവരെ. നമ്മൾ അള്ളാനെ ഓർക്കാതെ സ്മരിക്കാതെ ഇങ്ങനെ ജീവിക്കുമ്പോഴേ അള്ളാഹ് ഓർക്കും, എൻ്റെ അടിമ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു രോഗം ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ ഓർക്കുന്ന സമയത്ത് റബ്ബ് എന്താക്കും? ആ പ്രയാസത്തെ ഇല്ലാതാക്കുന്നു.
നമുക്ക് ഇങ്ങനെ തോന്നാണ്, ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഇങ്ങനെയൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ, അതിങ്ങനെ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ഇതൊന്നും വലിയ പ്രശ്നമില്ലാതെ നമ്മൾ പോകണം. നമ്മൾ മുവഹിദായിട്ടുണ്ട്, തൗഹീദ് ഉണ്ട്, ബാക്കിയൊക്കെ കഴിച്ചിലായി. പരീക്ഷണങ്ങൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. ഇത് പരിശുദ്ധ ഖുർആന് പഠിപ്പിച്ചു നൽകിയതാണ്. ആസിബന്നാസു അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അല്ലേ, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ റബ്ബ് എന്താക്കും, പരീക്ഷിക്കൊന്നും ചെയ്യാതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, എന്നാൽ അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവരിൽ സത്യവാന്മാരാണ്, അവരിൽ കള്ളം പറയുന്നവരാരാണെന്ന് തിരിച്ചറിയാൻ. അല്ലേ, തബൂക്കിൻ്റെ ചരിത്രം, സഹാബാക്കൾക്കിടയിലുണ്ടായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചിട്ടില്ലേ? അങ്ങോട്ടുണ്ട് അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് പ്രവാചകന്റെ പിന്നാലെ പോവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദീനിൻ്റെ ആ ഒരു പാവനമായ ആദർശത്തിൽ ഇറങ്ങിത്തിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ പിറകോട്ട് ഇങ്ങനെ തിരിച്ചു, ഞാൻ മുസ്ലിം ആട്ടോ എന്ന് പറയാണ്ടാവും, ഉള്ളിലേക്കാണ് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതാണ് ഇങ്ങ് നോക്കി നമ്മളെയൊക്കെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെയാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ എടുത്തു കാണിക്കുന്നത്, എടുത്തു പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഓലിങ്ങനെ വിശ്വാസിയായ മുസ്ലിമായ ഇനി എല്ലാ പ്രയാസം തീർന്നു ചിന്തിക്കും ഇല്ലാന്ന്. ഇവരുടെ മുമ്പുള്ളവരെ അടക്കം ഞാൻ എന്താക്കിയിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അള്ളാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടാം. അല്ലേ, അള്ളാഹു അറിയുക തന്നെ ചെയ്യും ആരാ കള്ളൻ, ആരാ സത്യവാന്മാർ. ഇതിനു വേണ്ടി റബ്ബ് പരീക്ഷിക്കും. അതുകൊണ്ട് എന്ത് പ്രതിസന്ധിയും എന്ത് പ്രയാസം വരുമ്പോഴും എൻ്റെ റബ്ബിനെ അംഗീകരിച്ച് എൻ്റെ റബ്ബിൻ്റെ പ്രീതിയും എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടവും മനസ്സിലാക്കി ജീവിക്കുന്നവരാരാണ് എന്നുള്ളതാണ് ഇത്തരം വിഷയത്തിലൊക്കെ നമുക്ക് പാഠങ്ങൾ ലഭിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിയേ, ഏറ്റവും പ്രതിസന്ധി ഇപ്പോൾ വിശ്വസിച്ചു മുഅ്മിനായി മുവഹിദായി എന്നുള്ളത് കൊണ്ട് പരീക്ഷണങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ അത് എത്രത്തോളം നമ്മുടെയൊക്കെ എത്ര വലിയ വിഡ്ഢിത്തമാണെന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് അത് പ്രവാചകന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച് നൽകിയ ഹദീസുകൾ കാണാൻ കഴിയും. അശദ്ദുന്നാസി ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചവർ അൽ-അംബിയാ, അംബിയാക്കളാണ് എന്ന ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ലേ? സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർച്ചക്കാർ, അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാരൊക്കെയുണ്ടോ അവരൊക്കെ പരീക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്രത്യേകിച്ച് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ, മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടില്ലേ? അതേ പട്ടിണിയായി ജീവിച്ചില്ലേ? പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചില്ലേ? പ്രതിസന്ധികൾ ഏറെ അനുഭവിച്ചില്ലേ? അവസാന സമയത്ത് എന്താ, ഫിറഔൻ ഇങ്ങനെ പിടിക്കാൻ വരപ്പണ തലെടുക്കും, കൊന്ന് കുഴിച്ചു മൂടുമെന്ന രംഗത്തും അവരൊന്നും റബ്ബിനങ്ങോട്ട് ഓർക്കാതെ പോയില്ല. എൻ്റെ റബ്ബുണ്ട് എനിക്ക് സഹായിയായി, എൻ്റെ റബ്ബുണ്ട് എനിക്ക് കാവലായി, എൻ്റെ റബ്ബുണ്ട് എനിക്ക് താങ്ങായി തണലായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം ഒന്ന് ആലോചിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ പരീക്ഷിക്കപ്പെട്ട അവസ്ഥകളൊക്കെ എത്ര നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയും. നമ്രൂദിന്റെ തീക്കുണ്ടാരം, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ പോലും ആ തീക്കുണ്ടാരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് പൊന്തുന്ന ചൂട് കാരണം നിലം പതിച്ചിരുന്നു എന്നല്ലേ? അത്രയും വലിയ തീക്കുണ്ടാരം ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ ഹസ്ബിയല്ലാഹ്, എൻ്റെ റബ്ബ് എനിക്കുണ്ട്, എൻ്റെ റബ്ബ് എനിക്കുണ്ട്, എൻ്റെ റബ്ബ് എനിക്കുണ്ട്. അല്ലെ, വിശ്വാസത്തിൽ നിന്ന് മാറിയ രക്ഷപ്പെടും.
ജീവിക്കുന്ന ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ മതി, രക്ഷപ്പെട്ടു. വിട്ടുകൊടുത്തില്ലല്ലോ, വിട്ടുകൊടുത്തില്ല. ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി. അവൻ അടി ഉറച്ചട നിന്നപ്പോ അല്ലാഹ് എന്താ ചെയ്തത്? എറിഞ്ഞില്ലേ? യാ നാർ കൂനി ബർദം വസ്സലാമാ, ഇബ്രാഹീമിന് അതേ തീയേ സമാധാനവും തണുപ്പും നൽകുക. റബ്ബിൻ്റെ ദീനിൽ എന്തൊക്കെ പ്രയാസം പ്രതിസന്ധിയും വന്നിട്ടും ഇങ്ങനെ നിലകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമ്മളും ഈ ഒരു വിഷയം ഇങ്ങനെ അടിയുറച്ച് മുറുകെ പിടിച്ച് നിന്നാൽ അള്ളാഹു സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് അവരിൽ മാത്രം ഒതുങ്ങുന്ന വിഷയങ്ങളൊന്നുമല്ല. രോഗങ്ങളിൽ പ്രയാസപ്പെട്ട് റബ്ബിനെ ധിക്കരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്, എത്രയെത്ര ഉമ്മമാരുണ്ട്. എനിക്കിത് വന്നുപോയല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ നാശമേ എന്നെ ഇടങ്ങാറാക്കിയല്ലോ. അത്തരത്തിലുള്ള ശാപവാചകങ്ങൾ പറഞ്ഞ് അത്തരത്തിലുള്ള മോശ സംസാരങ്ങൾ സംസാരിച്ച് കഴിച്ചു കൂട്ടുന്ന എത്ര ഉപ്പമാരുണ്ട്, കഴിച്ചു കൂട്ടുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. അവർക്കുള്ള പാഠമല്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, മുത്തശ്ശിക്കഥകളല്ല, പഴഞ്ചൊല്ലുകളല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അത് മുത്തശ്ശിക്കഥകളാണോ, പഴഞ്ചൊല്ലുകളാണോ, കടങ്കഥകളാണോ? ഒന്നുമല്ലല്ലോ. വഅയ്യൂബ ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. ദിവസങ്ങളല്ലല്ലോ, മാസങ്ങളല്ലല്ലോ, വർഷങ്ങള് വേദന അനുഭവിച്ച്, പ്രയാസം അനുഭവിച്ച്, പ്രതിസന്ധികൾ അനുഭവിച്ച് ജീവിച്ച മഹാവ്യക്തിത്വമായ അയ്യൂബ് നബി അലൈഹിസ്സലാമ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, കഷ്ടപ്പാട് ബാധിച്ചിട്ടുണ്ട്. നീ കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. അല്ലേ? നിരാശയുടെ വാചകങ്ങളില്ലാതെ പടച്ച റബ്ബിലേക്ക് ഇങ്ങോട്ട് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സൗഭാഗ്യങ്ങൾ എത്രയാ പ്രിയപ്പെട്ടവരെ. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെപ്പറ്റി പറഞ്ഞു തരികയാണ്. മാ കാന അസാബഹു മിനൽ ബലാ, അതേ അദ്ദേഹത്തിന് അനുഭവിച്ച ആ പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഫീ മാലിഹി, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ പരീക്ഷിക്കപ്പെട്ടു. വവലദിഹി, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു. വജസദിഹി, അദ്ദേഹത്തിൻ്റെ സ്വശരീരത്തിൽ തന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല, ഏതെങ്കിലും സമ്പത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയതല്ല, എല്ലാം അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ നഷ്ടപ്പെട്ടു. എല്ലാം തകർന്നു പോയി. എല്ലാ മക്കളെയും അല്ലാഹു തിരിച്ചു വിളിച്ചു. ശരീരത്തിൽ വർണ്ണങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചില്ലേ? ആ പ്രവാചകനാ പ്രാർത്ഥിക്കുന്നത്. ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വീണ്ടും പറയുന്നുണ്ട്, കാന ലഹു മിനദ്ദവാബി വൽ അൻആമി വൽ ഹർസി ശൈഉൻ കസീർ. അദ്ദേഹത്തിന് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് കച്ചവട വസ്തുക്കൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് കന്നുകാലികൾ ഉണ്ടായിരുന്നു. വഔലാദുൻ കസീറത്തുൻ, ധാരാളം മക്കൾ ഉണ്ടായിരുന്നു. വമനാസിലുൻ മർളിയത്തുൻ, നല്ല നല്ല ഇരിപ്പിടങ്ങൾ, നല്ല നല്ല വാസസ്ഥലങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഫബ്തുലിയ ഫീ ദാലിക കുല്ലിഹി, ഇവയെ തൊട്ടെല്ലാം റബ്ബ് അദ്ദേഹത്തെ പരീക്ഷിച്ചു. വദഹബ അൻ ആഖിരിഹി, എല്ലാം പരീക്ഷിച്ചു. സുമ്മ ബുത്ലിയ ഫീ ജസദിഹി, പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണ്. വലിയ പ്രയാസമായിരുന്നില്ലേ? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വലം യബ്ഖ മിൻഹു സലീമുൻ സിവാ ഖൽബിഹി വലിസാനിഹി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനും അദ്ദേഹത്തിൻ്റെ നാവിനും മാത്രമാണ് പ്രയാസം അനുഭവിക്കാതിരുന്നത്, പ്രതിസന്ധിയില്ലാതിരുന്നത്. ബാക്കിയെല്ലാം പ്രതിസന്ധിയിലായി, ബാക്കി എല്ലാ അവയവങ്ങൾക്കും പ്രയാസം അനുഭവിച്ചു. അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അല്ലേ? ആ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്ക് റബ്ബിനോട് തേടാം, നമുക്കും നമ്മുടെ പ്രയാസങ്ങൾ റബ്ബിനോട് പറയാം, റബ്ബിനോട് ആവശ്യപ്പെടാം.
നോക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ എത്ര വയസ്സ്, നമ്മൾ പരീക്ഷണത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തതൊക്കെയാണല്ലോ. പക്ഷേ ഇന്നെന്തിനെങ്ങനെ പരീക്ഷിക്കണമെന്ന് പറയാം. കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടില്ലെങ്കിൽ നമ്മൾ പറയണ വാക്കാണ് ഇന്നെന്തിനാ റബ്ബ് എങ്ങനെ പരീക്ഷിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രായമായി വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പോയി, ശരീരം ചുക്കിച്ചുളിഞ്ഞു. അതേ ഒരു കുട്ടിയുണ്ടാകാനുള്ള കാര്യകാരണ ബന്ധങ്ങൾ നിലച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹായ ഒരു സന്താനത്തെ തരണേ. പ്രാർത്ഥനകൾ കൈവടിഞ്ഞില്ല, ചുണ്ടുകൾ അനങ്ങാതിരുന്നില്ല, മനസ്സുകൾ പ്രാർത്ഥിക്കാതിരുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹു കൊടുത്തില്ലേ അല്ലേ? ഒരു സന്താനത്തെ മാത്രമാണ് കൊടുത്തത് അല്ലേ? ക്ഷമാശീലനായ നല്ലൊരു മോനെ റഹ്മാനായ റബ്ബ് എന്താക്കി? സമ്മാനിച്ചു അല്ലേ? ഇനിയോ ആ സന്താനത്തെ ലഭിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ, പിഞ്ചു പൈതലാണ്, ചോരപ്പൈതലാണ്, എട്ടും പൊട്ടും തിരിയാത്ത ഭാര്യയാണ്. അതേ മക്കയിലെ മണലാരുണ്യത്തിലെ കൊണ്ടാക്കുകയാണ്. അരണ്ട ഭൂമിയാണ്, പതപതക്കുന്ന ഭൂമിയാണ്, ഒന്നുമില്ല അവിടെ. കഴിക്കാനില്ല, ഭക്ഷിക്കാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കൊണ്ടാക്കാൻ റബ്ബിൻ്റെ കൽപ്പന. പരീക്ഷണമല്ലേ? റബ്ബെ ആക്കണോ? ഞാനൊരുക്ക. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ ഒറ്റക്കാക്കി പോകുമ്പോ മഹദി ഉമ്മ ഹാജറ ബീവി അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിച്ചില്ലേ, ഇബ്രാഹിമേ ഇത് റബ്ബിന്റെ കൽപ്പനയാണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അക്ഷരം മിണ്ടുന്നില്ല, പിന്നീട് പ്രയാസമില്ല, പിന്നീട് പ്രതിസന്ധിയില്ല, പിന്നീട് വേദനയുള്ള വാക്കുകളില്ല. അതുകൊണ്ട് ഈമാൻ കിട്ടി ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയതാ. ഇനിയോ പ്രിയപ്പെട്ടവരെ, ആറ്റുനോറ്റ് കിട്ടിയ പൊന്നുമോനല്ലേ റബ്ബിന്റെ കൽപ്പന, അറുക്കണം മകൻ ഇസ്മായിലിനെ. പരീക്ഷണ. അല്ലാഹുവേ അറുക്കണോ? ഞാൻ ഒരുക്കമാണ് നാഥാ. അറുക്കണോ? ഞാൻ ഒരുക്കാണ്. ഇനി മോനൊന്ന് ആലോചിച്ചൊക്കെ, പ്രാർത്ഥിച്ച് കിട്ടിയ സന്താനല്ലേ. നിങ്ങളെ പണി നോക്കിപ്പോയി വാപ്പാന്നാണോ പറഞ്ഞത്? യാ അബതി ഇഫ്അൽ മാ തുമർ. പൊന്നുവാപ്പാ, റബ്ബ് നിങ്ങളോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. പക്ഷെ അവസാനത്തെ റിസൾട്ട് എന്താ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ അല്ലേ? റബ്ബ് സംരക്ഷിച്ചു. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മാതൃകയായ ആ സംഭവത്തെ, ആ ദിവസത്തെ റബ്ബ് പരിചയപ്പെടുത്തിയല്ലോ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഇറങ്ങണമെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. ഇനിയോ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖലോലിപതയുടെ അങ്ങേയറ്റത്തെ ജീവിതമായിരുന്നു റസൂലുള്ളാഹിക്ക്. 40 വയസ്സ് വരെ അൽ അമീനാണ്, സ്നേഹനിധിയാണ്, താലോലിച്ച് വളർത്തിയ പൊന്നുമോമനകളാണ്. അങ്ങനെ നല്ല അത്യാവശ്യം റസൂലുള്ളാഹിന്റെ ഉമ്മയും വല്ലിപ്പയും ഉപ്പയൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും മൂത്താപ്പ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്, അബൂതാലിബ് പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. ഖുറൈശികൾക്കിടയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതാപമുള്ള വ്യക്തിത്വം തന്നെയായിരുന്നു. 40-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ എന്തായി? അതേ സത്യവിശ്വാസി, വിശ്വസ്തനെന്ന് വിളിച്ചവൻ കദ്ദാബെന്ന് വിളിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ മലപ്പുറം അങ്ങാടി കൂടെ പോകുമ്പോഴേ നമ്മളെ പറ്റി ഇട കള്ളാന്നാണ് വിളിച്ചാലേ നമുക്ക് താങ്ങോ പ്രിയപ്പെട്ടവരെ? അത് നമുക്ക് അനുഭവിക്കണം. നമുക്ക് താങ്ങോ? ഇല്ലല്ലോ, താങ്ങില്ലല്ലോ. പുൻമുഖത്ത് നോക്കി പുഞ്ചിരിച്ചവർ മുഖത്തെ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയുണ്ടായിരുന്നില്ലേ? അതേ ദിവസങ്ങളല്ല, മാസങ്ങളോളം ശഅബ് അബീ താലിബിൽ പച്ചലകൾ കഴിച്ചുകൊണ്ട് പ്രവാചകൻ കഴിച്ചുകൂട്ടിയില്ലേ? പരീക്ഷണമല്ലേ? തളർന്നില്ല. വേദനകളും ആവലാദികളും പ്രതിസന്ധികളും റബ്ബിനോട് പറഞ്ഞില്ല. എൻ്റെ റബ്ബിക്ക് തന്നതല്ലേ, അതിലൊരു ഖൈറുണ്ടാകും എന്ന ചിന്തയായിരുന്നു പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ ഉണ്ടായത്. അവർക്കൊക്കെ അങ്ങനെ ഉണ്ടായത്. ഇനി ആ പ്രവാചകന്മാരാണ് കഴിഞ്ഞു നോക്കിയേ. സ്വഹാബത്തിൻ്റെ ചരിത്രമെടുക്കുകയാണെങ്കിൽ എത്രയോ സഹാബത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നമസ്കരിക്കുമ്പോൾ
ഇമാമായി നമസ്കരിക്കുമ്പോഴല്ലേ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന ലഅനത്തുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ശാപം നൽകട്ടെ, ആ വ്യക്തി 3 കുത്തുകൾ മഹാനായ സഹാബി വര്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുക്കളിന്റെ മുകളിലും അടിവയറ്റിലുമായി കുത്തുന്നത് ഇസ്ലാം ദീന് സ്വീകരിച്ചതിന്റെ പേരിൽ, അല്ലാതെ ലുഅ്ലുഅത്തുൽ മജൂസിന്റെ തലക്ക് കൊടുത്തതിന്റെ പേരിലല്ല. അള്ളാന്റെ ദീന് അനുസരിച്ച് ജീവിച്ചപ്പോൾ കിട്ടിയതാ, ജീവിച്ചപ്പോൾ കിട്ടിയ. അതുമാത്രമാണോ പ്രിയപ്പെട്ടവരെ, ലുഅ്ലുവ മഹാനായ സ്വഹാബി വര്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തിയിട്ട് പിറകോട്ട് മാറിയപ്പോ പള്ളിയിലെ സുബ്ഹ് ജമാഅത്തിന് വന്ന 16ഓളം സ്വഹാബത്ത്, ഒന്നാമത്തെ സഫിലുണ്ടായിരുന്ന 16ഓളം സ്വഹാബത്തിന് അവിടെ കുത്തേൽക്കുകയാണ്, പരിക്കേൽക്കുകയാണ്. അവരിൽ 13 പേര് മദീന പള്ളിയിൽ വെച്ച് ഷഹീദാവുകയാണ്. ഏതിന്? സുബഹിക്ക് പോയിട്ട് 13 പേര് ഷഹീദായി. ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മള്. ഇനിയോ മലക്കുകള് അതേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി, അദ്ദേഹത്തിന്റെ ലജ്ജയുടെ വിഷയത്തിൽ എത്രയെത്ര പോരിശകളാണ് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു നൽകിയത്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഖവാരിജീങ്ങൾ വീട് വളയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവസാന കാലഘട്ടത്തിൽ പല കിംവദന്തികളും ഇങ്ങനെ പരത്തുന്നുണ്ട് ആളുകൾ. ഉസ്മാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു. മറ്റൊരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഖവാരിജികളിൽ നോട്ടമിട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഖുർആൻ ഓതുമ്പോഴാണ് എന്താവുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുന്നത്. ബീർ റൂമ, ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ബീർ റൂമ പാവപ്പെട്ടവർക്ക് ആരാണ് മേടിച്ചു കൊടുക്കുക എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, റസൂലേ ഞാൻ മേടിച്ചു തരാം. ആ ബീർ റൂമ താൻ മേടിച്ചു കൊടുത്ത കിണറാണ്, താൻ മേടിച്ച് ദാനം ചെയ്ത കിണറാണ്. അതേ ഖവാരിജീങ്ങൾ തന്റെ വീട് വളഞ്ഞപ്പോ ബീർ റൂമയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചിട്ടടക്കം നിഷേധിച്ചിട്ടുണ്ട്. നമ്മൾ മേടിച്ചു കൊടുത്ത കിണറിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനേ അത് ആഗ്രഹിച്ചിട്ട് നിഷേധിച്ചിട്ടുണ്ട്, കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീനിങ്ങട്ട് ഉൾക്കൊണ്ടപ്പോൾ ദീനനുസരിച്ച് കൊണ്ട് ജീവിച്ചപ്പോൾ കിട്ടിയതാണ്, ദീനനുസരിച്ച് ജീവിച്ചപ്പോൾ കിട്ടിയതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു മുൽജിഗ് എന്ന അതേ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ലഅനത്ത് പ്രദാനം ചെയ്യട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രിയപ്പെട്ടവരെ അതേ തല അറുത്തുകൊണ്ട് കൊലപ്പെടുത്തുകയല്ലേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സാധാരണ മരണമല്ല കൈവരിച്ചത്, തല അറുത്തിട്ടാണ് കൊല്ലുന്നത്. ഇബ്നു മുൽജി പറയുന്നുണ്ട്, 16 ദിവസമായി ദുനിയാവിലെ ഒരു നികൃഷ്ട ജീവിയ വ്യക്തിയെ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാ കിട്ടിയത്. അവരൊക്കെ എത്ര പ്രയാസം. ആരാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു? പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ എന്തിനാ? ഇവരുടെ സമ്പത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കിയതാണോ? ഇല്ലല്ലോ. ദീനനുസരിച്ചപ്പോ, ദീന് പ്രചരിച്ചപ്പോ, ദീനിന്റെ വിഷയത്തിൽ പല വിധി കൽപ്പിക്കലും നടന്നപ്പോ അനുഭവിച്ച പ്രയാസങ്ങളാ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാ അത് ഖുലഫാഉ റാഷിദീങ്ങളല്ലേന്നാ. എത്രയെത്ര സ്വഹാബത്തുണ്ട്, എത്രയെത്ര മുൻഗാമികളുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സദസ്സിലിരിക്കുമ്പോ, സഹാബ നിങ്ങളെ ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകളെ നമുക്കൊന്ന് പരസ്പരമായി വെറുക്കാം, നമുക്കൊന്ന് ഈമാൻ വർദ്ധിപ്പിക്കാം. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശരീരത്തിലിട്ടിരുന്ന ആ കറുത്ത തുണി അങ്ങോട്ട് മാറ്റിയപ്പോൾ അതേ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലെ ഇറച്ചി കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, മുതുകത്തിൽ നിന്ന് പാർശ്വഭാഗത്ത് നിന്ന് ഇറച്ചികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ദീനിനു വേണ്ടി അല്ലാഹു അഹദ് എന്ന് പറഞ്ഞപ്പോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ അനുഭവിച്ച വേദനകളാണ്, അനുഭവിച്ച യാതനകളാണ്, അനുഭവിച്ച പരീക്ഷണങ്ങളാണ്. ആർക്ക് വേണ്ടിയിട്ട്? സ്വർഗത്തിന് വേണ്ടി കിട്ടിയ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് വേണ്ടിയിട്ട്. ലയായത്തിലല്ലേ നിങ്ങൾ വെറുതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇവരോടൊക്കെ പറഞ്ഞത്
ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? ചാട്ടവാറ് കൊണ്ട് പൊതിരത്തല്ലിക്കൊണ്ട് അവസാന നിമിഷത്തിലേക്ക് യാത്രയാകുമ്പോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഖബ്ബാബേ എന്ന് ചോദിക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ അയവർക്കണം. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെ നാം അയവർക്കണം. ജബൽ അബീ ഖുബൈസ് മലക്ക് മുകളിൽ വീപ്പക്കുറ്റിയിൽ നിറച്ചുകൊണ്ട് ഉരുട്ടിക്കളിച്ചില്ലേ ബിലാലിനെ റളിയല്ലാഹു തആല അൻഹു. അല്ലേ, ദീൻ അനുസരിച്ചപ്പോൾ കിട്ടിയ പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങളാണ് ഇവയൊക്കെ, പരീക്ഷണങ്ങളാണ്. അപ്പം നമ്മൾ പതറാതെ തളരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇത്രമാത്രം പരീക്ഷിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനുണ്ടാകില്ല. അതേ, അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ജീവിച്ചിരുന്ന ഭരണാധികാരികളുടെ പ്രതിസന്ധി കാരണത്താൽ, പ്രയാസം കാരണത്താൽ മഊൻ എന്ന് പറയുന്നൊരു ഭരണാധികാരി കടന്നു വന്ന സമയത്ത് അതേ ഖുർആൻ കലാമാണോ അത് മഖ്ലൂഖാണോ, ഖുർആൻ എന്നുള്ളത് റബ്ബിൻ്റെ സംസാരമാണോ റബ്ബിൻ്റെ സൃഷ്ടിയാണോ, ചർച്ചകൾ നടക്കുകയാണ്. അതേ രാജാക്കന്മാരുടെ വാദം, ഭരണാധികാരികളുടെ വാദം ഖുർആൻ മഖ്ലൂഖാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ? ഖുർആൻ കലാമാണ് എന്ന്. അപ്പം ചെറിയ കാര്യമല്ലേ? അങ്ങനെയാണോ? ചെറിയ കാര്യമല്ലേ അത്? അതിനൊക്കെ എത്ര വലിയ പ്രയാസം അനുഭവിക്കുമെന്നൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുക. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതേ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കപ്പലിലാണ് കൊണ്ടുപോകുന്നത്. അതുവരെ അടിക്കുകയാണ്, ഇടിക്കുകയാണ്, ഇരുമ്പ് തണ്ടുകൾ കൊണ്ട് ശരീരത്തിൽ വേദനകൾ അനുഭവിപ്പിക്കുകയാണ്. അങ്ങനെ പ്രതിസന്ധി ഇങ്ങനെ അനുഭവിക്കുക. അതൊക്കെ എപ്പോഴാണെന്നറിയോ? റമളാൻ 25-ന് ഹിജ്റ 221. ഏത് റമളാൻ 25-ന് അവരനുഭവിച്ച പ്രയാസം, അനുഭവിച്ച പ്രതിസന്ധികളാണ്. എന്നിട്ട് ആ സമയത്തൊക്കെ റബ്ബിനെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പയെ 24 മാസത്തോളം ജയിലിലടക്കപ്പെട്ട സമയത്ത് എൻ്റെ ഉപ്പ 50-ലധികം തവണ സുന്നത്ത് നമസ്കരിച്ചിരുന്നു. ഇത് കടങ്കഥയില്ലല്ലോ, അല്ലെങ്കിൽ ഇത് മുത്തശ്ശി കഥകളോ പഴഞ്ചൊല്ലുകളോ അങ്ങനെയൊന്നുമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇനി അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്ന ഒരു അമവി ഭരണാധികാരി അദ്ദേഹത്തെ ഈജിപ്തിലെ ഗവർണർ ചുമതല ഏൽപ്പിക്കുകയാണ്. അതെങ്ങനെ? ഈജിപ്തിൻ്റെ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 കൈയും 2 കാലുമില്ലാത്തൊരു മനുഷ്യനെ കാണുകയാണ്. 2 കൈയില്ല, 2 കാലില്ല. അത് ഇവിടെ ഈ കാലുമില്ല, 2 കൈയുമില്ല. അതേ, അദ്ദേഹത്തിൻ്റെ കാഴ്ച കുറഞ്ഞു വന്നിട്ടുണ്ട്, കാതുകളുടെ കേൾവി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അദ്ദേഹം ഇങ്ങനെ സ്മരിക്കുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ വ്യക്തി പറയാണ്, റബ്ബിനെ സ്തുതിക്കാൻ മാത്രം ഒന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല, അല്ലേ? കൈയില്ല, കാതില്ല, കേൾവിയില്ല, ഒന്നുമില്ല. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറയാണ്. അദ്ദേഹത്തിനൊരു മോൻ ഉണ്ടായിരുന്നു, ഒറ്റ മോന്. അദ്ദേഹം പറയാണ്, ആകാശത്ത് ഇങ്ങനെ തീയിട്ടിട്ട് എന്നെ നശിപ്പിച്ചാലും ഞാൻ അൽഹംദുലില്ലാഹ് എന്നേ പറയുള്ളൂ എന്ന്. അദ്ദേഹത്തിന് ഉളു ഉണ്ടാക്കാനും മറ്റു ശുദ്ധീകരണ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന മോനായിരുന്നു. അപ്പോൾ ഈ വ്യക്തിനോട് പറഞ്ഞു, എൻ്റെ മോന് അങ്ങോട്ട് പോയിട്ട് അവനെ കാണാനില്ല, ആ ഒരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. അല്ലാതെ ഒരുപാട് തീരാവേദനകളുടെ ലെറ്ററുകൾ അബ്ദുല്ലാഹിൻ മുഹമ്മദിൻ്റെ മുന്നിൽ അദ്ദേഹം അറിയിച്ചൊന്നുമില്ല. അങ്ങനെ അബ്ദുല്ലാഹിൻ മുഹമ്മദ് ഇങ്ങനെ നോക്കുമ്പോൾ ആ വ്യക്തിനെയും കാണാനില്ല, ആ കുട്ടീനെയും കാണാനില്ല. പിന്നെ നോക്കിയപ്പോൾ ഒരു ചെന്നായ കടിച്ചിട്ട് മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇദ്ദേഹത്തോട് എന്ത് വന്ന് പറയുമെന്നറിയാതെ ആകെ വിഷമിച്ചു പോയില്ലേ, ആകെ സങ്കടപ്പെട്ടു പോയില്ലേ, ആകെ വിഷമിച്ചു പോയി. ഈ വിഷയവും പറയുന്നുണ്ട്. അപ്പോഴോ പറഞ്ഞെന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ, നമ്മളൊരു പ്രയാസം പ്രതിസന്ധി കണ്ടാൽ പറയേണ്ടത്, അതിൻ്റെ അപ്പുറം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു അതല്ലുണ്ടായിരുന്നു, അതും എടുത്തോന്ന് ചോദിച്ചില്ല. മുൻഗാമികളുടെ ജീവിത ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെടുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ എന്തൊക്കെ പരീക്ഷണങ്ങളും എന്തൊക്കെ പ്രതിസന്ധികളും വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്ന ഒരു സഹാബി വര്യനും ഒരു സഹാബിയുടെ കുട്ടി, അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ഇബ്ന ലഹു, അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സന്താനവും ഉണ്ടായിരുന്നു. വമഅഹു ഇബ്നുൽ ലഹു, അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സന്താനവും ഉണ്ടായിരുന്നു. ആ കുട്ടി ആ സദസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഉപ്പ വാരിപ്പുണരുകയാണ്, ഉമ്മ വെക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മോനോട് ഇത്രയും ഇഷ്ടമാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ മോനോട് ഇത്ര ഇഷ്ടമാണോ? അപ്പോൾ ഈ സഹാബി പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിയെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ എന്ന് റസൂലേ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സഹാബിനെയും കുട്ടിനെയും കാണാനല്ല. ചോദിച്ചു, അന്വേഷിച്ചു. ആ മോൻ മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയുടെ അരികിൽ പോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താണ് സമാധാനിപ്പിക്കുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട ഒരു വാക്കാണ്. ആ പൊന്നുമോന് നാളെ സ്വർഗീയ ഗോപുരത്തിൽ, സ്വർഗീയ കവാടത്തിൽ നിങ്ങളെ കാത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? അപ്പൊ എന്താ പറഞ്ഞേ? മതി റസൂലേ, അത് മതി റസൂലേന്ന്. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രൂപത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും ഇവിടെയൊക്കെ റബ്ബിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. ചിലർ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടാവും. ഞാൻ പലപ്പോഴും എന്താ പറയുക, ഞാൻ റബ്ബേ 5 വക്ത് നിസ്കരിക്കാൻ പോകണമല്ലോ, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോലെ, ഇന്നെന്തിനാ അങ്ങനെ ഇടങ്ങാറാക്കണേ? ആദം നബി അലൈഹി ഇസ്ലാമിയുടെ മക്കളുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി അല്ലേ? ഒരാളെ കൊന്നില്ലേ? ആ രൂപത്തിൽ പ്രശ്നം ഉണ്ടായില്ലേ? വാപ്പ നല്ലതല്ലായിട്ടാ? അല്ല. ഉമ്മ നല്ലതല്ലാനിട്ടാണോ? നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ മകൻ എവിടെയാ? ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ കുടുംബം എവിടെയാ? അപ്പൊ അതൊക്കെ റബ്ബിന്റെ പരീക്ഷണം എന്ന നിലക്ക് പലതും സംഭവിക്കും. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എൻ്റെ റബ്ബ് ഇതിന് പരിഹാരമേകും, എൻ്റെ റബ്ബ് ഇതിന് പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് എളുപ്പം നൽകും. ഇത് നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും അതൊരു പരീക്ഷണമായി മാറരുത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹാറൂൻ അല്ലേ? ഹാറൂനും കാമാനൊക്കെ അറിയാം നമുക്ക്. ഹാറൂൻ നല്ല വ്യക്തിയായിരുന്നു. ഹാറൂന് നല്ല മുത്തഖിയായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തപ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായി ഹാറൂൻ മാറിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഒട്ടനവധി വലീദ് ബിൻ മുഗീറ അറിയാമായിരുന്നു, ദീനാണ് ശരി, ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ എന്തുണ്ടായത്? മക്കളുടെ ബലം കാരണം ഈ മക്കൾക്ക് നാളെ ഉണ്ടാകും എന്നിങ്ങനെ ചിന്തിച്ചാണ് പോയത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ ഒക്കെ പരീക്ഷണങ്ങൾ വരും. അവിടെയൊക്കെ ക്ഷമ കൈക്കൊള്ളാനും നിലപാടുകൾ കൃത്യമാക്കി ഹിക്മത്തോട് കൂടിയിട്ട് ഇടപെടാനും നമുക്ക് സാധിക്കണം. വിശ്വാസത്തിലെ പരീക്ഷണങ്ങൾ വരും. ഇനിയും അല്ലേ, അവിടെ പിളർന്നു ഇവിടെ പിളർന്നു, ഇതെന്താ ഇപ്പം ഈ വിഷയത്തിൽ ഒരു പിടുത്തം കിട്ടുന്നില്ല, ആകെ മുസ്ലിം ഉമ്മത്ത് പ്രയാസം അനുഭവിക്കണം. ഇതൊക്കെ പരീക്ഷണാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകും അല്ലേ? ഖുർആൻ മഖ്ലൂക്കാണ്, കലാമാണ് എന്നുള്ള പേരിൽ എത്ര പ്രയാസം ഉണ്ടായി, എത്ര പ്രതിസന്ധി അനുഭവിച്ചു, എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നാട്ടുകാരെ പ്രീതിക്കൊക്കെ ഞാനൊന്നും ചെയ്യൂല, ഞാൻ ആരുടെ പ്രീതിക്കാ ചെയ്യുക? അള്ളാൻ്റെ പ്രീതിക്കാം അല്ലേ? അബൂ താലിബിന് വിശ്വാസം അറിഞ്ഞിട്ടും എത്രയെത്ര ആളുകൾ പ്രവർത്തിക്കാതെ ജീവിക്കുന്നുണ്ടെന്നറിയും. വിശ്വാസത്തിലുള്ള പരീക്ഷണം അത്. എത്രയെത്ര നമ്മളെ കുടുംബത്തിൽ നിങ്ങൾ പറഞ്ഞതിന് ശരിയെന്നൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇപ്പം എങ്ങനെയൊക്കെയാണ് പോട്ടെ എന്നാണ്. അത് അബൂ താലിബിൻ്റെ വാക്കാണ്. അബൂ താലിബ് നല്ല വ്യക്തിയായിരുന്നില്ലേ? റസൂലുള്ളാഹിനെ പൊന്നുപോലെ നോക്കിയ വ്യക്തിയായിരുന്നില്ലേ അബൂ താലിബ്? വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. അബൂ താലിബ് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലേക്ക് പോകുന്നുണ്ട്. പൊന്നു മൂത്താപ്പ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഞാൻ ബാക്കി അള്ളാഹിനോട് ആവശ്യപ്പെടാം. പറഞ്ഞില്ല. ഇങ്ങനെ ചുറ്റും നോക്കി. അവിടെ ഖുറൈശി കിങ്കരന്മാരും മുശ്രിക്കീങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നാട്ടുകാരെ പേടിച്ചിട്ട് ദീന അനുസരിച്ചില്ല. പരീക്ഷണ പ്രിയപ്പെട്ടവരെ. ആര് ചോദിച്ചു, അത്തർഗബു, അതേ അബൂ താലിബേ, നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ അവസാന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയാൻ? അബൂ താലിബ് പറയാണ്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദേ നിന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് എനിക്കറിയാം. മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ,
ഈ ലോകത്തുള്ള എല്ലാ ഇസങ്ങളെക്കാളും എല്ലാ മതങ്ങളെക്കാളും ഏറ്റവും നല്ല മതം നിന്റെ മതമാണെന്ന് എനിക്കറിയാം. എന്നാലോ എന്താ പ്രശ്നം? എന്താ? ലൗലൽ മലാമ വൽ മദ ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബാ ലവജതനി സംഹം ബിദാക മുബീനാ. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ജനങ്ങളുടെ കളിയാക്കലുകളും എൻ്റെ സ്ഥാനമാനങ്ങളിലുള്ള കോട്ടവും വരില്ലായിരുന്നുവെങ്കിൽ മുഹമ്മദേ നിന്റെ മതത്തിൽ എന്നെ കൂടി കാണാമായിരുന്നു. അബൂ താലിബ് പറഞ്ഞതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ, കുടുംബത്തിൽ, എല്ലാ മേഖലയിലും പരീക്ഷിക്കപ്പെടുന്ന അവിടെയൊക്കെ ക്ഷമ കൈക്കൊള്ളാനും അള്ളാഹുവിലേക്ക് ഇടപെട്ട് അടുത്ത് ജീവിക്കാനും നമുക്ക് കഴിയണം. ഇനി പരീക്ഷണമല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് വരും. ചില മുസീബത്തുകൾ, ചിലർക്ക് ചില രോഗങ്ങൾ എത്ര ഗുളിക കുടിച്ചിട്ടും മാറണില്ല, എത്ര പ്രയാസം, എത്ര ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒരു കടബാധ്യത കഴിഞ്ഞാൽ ഒരു കടബാധ്യത. ഇത് പരീക്ഷണമല്ലാതെ എങ്ങനെ വരും? അത് നമ്മൾ എല്ലാം ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പിറകിലോട്ടൊന്ന് നോക്കി വെക്കാം. ജീവിതത്തിൻ്റെ പിറകിലോട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വല്ല കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്ന്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വല്ല കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്ന്, റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ റബ്ബ് പരീക്ഷിക്കും. അള്ളാഹുവിൻ്റെ ഉഖൂബത്ത് അവനുണ്ടാകും. മുൻഗാമികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, പഠിച്ചവനെ എല്ലാ തിന്മകളും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമായിരുന്നു. ഇനി ഒന്നുമില്ല, ഇതിൻ്റെ റബ്ബിക്ക് നൽകിയ പരീക്ഷണമാണ് എങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞ് ആത്മാർത്ഥമായ റബ്ബിനോട് അവലാദികളും വേവലാദികളും ശാപവാചകങ്ങളും പറയാതെ റബ്ബിനോട് ആ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഇരുന്നു. ആ പ്രാർത്ഥന നമുക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക. എത്ര വലിയ കടായിക്കോട്ടെ, മക്കളുടെ വിഷയത്തിലാണോ കുടുംബത്തിൻ്റെ വിഷയത്തിലാണോ, നിരാശയില്ലാതെ പ്രാർത്ഥിക്കുക. ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അതെ, ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യമുണ്ടല്ലോ, അതെൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം തരുന്നതാണ്. ഞാൻ അത് ചോദിച്ച എൻ്റെ റബ്ബ് ഉത്തരം തരും. നമ്മൾ KKPP ആണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് നമ്മളെ ചോദ്യം. അത് പാടില്ല. ഞാൻ ചോദിച്ചു എൻ്റെ റബ്ബ് ഉത്തരം തരും. നിരാശയില്ലാതെ, മടിയില്ലാതെ, തളർച്ചയില്ലാതെ, രോഗമാണോ, കുടുംബമാണോ, സാമ്പത്തിക പ്രതിസന്ധിയാണോ, കടബാധ്യതയാണോ, വിശ്വാസപരമായതാണോ, പ്രാർത്ഥിച്ചോ 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 റബ്ബിനോട്. റബ്ബ് എന്തായാലും ഉത്തരം തരുന്നതാണ്. ഒരു അടിമയുടെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോടൊരു കാര്യം ചോദിച്ച് റബ്ബ് അവൻ്റെ കൈകൾ വെറും കയ്യാലെ മടക്കി അയക്കുക എന്ന വിഷയത്തിൽ റബ്ബ് ലജ്ജിതനാണെന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്? റബ്ബ് ലജ്ജിതനാണ്. എങ്ങനെ? നമ്മൾ റബ്ബിനോടൊരു കാര്യം ചോദിച്ചിട്ട് അതിനോട് ഉത്തരം തരാതെ റബ്ബ് നമ്മളാണ് വെറും കയ്യാലെ മടക്കി അയച്ചു എന്ന വിഷയത്തിൽ അള്ളാഹു ലജ്ജിതനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാം. അവിടെ ചോദിച്ചോളി പ്രിയപ്പെട്ടവരെ, കിട്ടും. തളരാതെ, നിരാശയില്ലാതെ, റബ്ബല്ലാത്ത മേഖലയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. അല്ലേ? കുറച്ച് കാലം കുട്ടികളില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾ വന്ന് പറയും എന്ന് പോയോ കിട്ടുമോ തങ്ങളെടുത്ത് പോയി വിശ്വാസം കളയുന്ന അവസ്ഥ. നമുക്കിങ്ങനെ ഓർമ്മ വരുന്ന രോഗം വരുമ്പോൾ അയ്യൂബ് നബി, അല്ലേ? ഏറെ പ്രതിസന്ധിയിൽ അനുഭവിക്കുമ്പോൾ യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടിട്ടും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതേ, നീ അല്ലാതെ ആരാധ്യനില്ല, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമിയായി പോയല്ലോ. ഒരു കാര്യകാരണ ബന്ധത്തിനപ്പുറമല്ലേ ഒരു കടലിൽ ഇങ്ങോട്ട് വീണിട്ട് മത്സ്യത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ആര് രക്ഷിക്കുക? അള്ളാഹു രക്ഷിക്കുകയാണ്. ആ അള്ളാഹു നമുക്കില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിക്കുകയാണ്, ഈ ആയത്ത് വെച്ചുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. ഒരു മുഅ്മിന് അവൻ്റെ പ്രയാസത്തിന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രയാസം അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരു വ്യക്തിയുടെ ജീവിതം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ ഏറെ പ്രയാസപ്പെട്ട ഒരു വ്യക്തി ഒരു പണ്ഡിതനെ കാണാനിടയാവുകയാണ്. അപ്പോൾ ഈ പണ്ഡിതനോടും ഈ ആവലാതി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരാളിങ്ങനെ ഡെസ്ക് പഠിച്ച് സങ്കടം ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ പറ്റി? ഇതേ ചോദ്യം ഇവർ തമ്മിൽ ചോദിച്ചപ്പോൾ 10 വർഷമായി കുട്ടികളില്ല, ഏറെ സങ്കടത്തിലാണ് ഞാനും ഭാര്യയും. അപ്പോൾ ഈ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചികിത്സിച്ചിട്ടുണ്ടോ? ആ, ചികിത്സിച്ചിട്ടുണ്ട്. പിന്നെ റബ്ബ് എന്തായാലും ഉത്തരം തരുമല്ലോ. എന്നിട്ട് ഇദ്ദേഹത്തെ ഒരു വസ്ത്രാലയം, ഒരു ടെക്സ്റ്റൈൽസിലേക്ക് എന്താക്കി കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് 2 പിഞ്ച് പൈതങ്ങളുടെ വസ്ത്രങ്ങൾ അദ്ദേഹത്തോട് എടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എടുത്തു. 2 പിഞ്ച് പൈതങ്ങൾക്ക് ഇടാൻ പറ്റിയ 2 വസ്ത്രങ്ങൾ
2 പിഞ്ച് പൈതങ്ങളുടെ മുഖം ഒന്ന് ഭാവനയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഇദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ മജല്ലയിൽ ഈ വിഷയം ഇങ്ങനെ പറയുന്നുണ്ട്. റബ്ബ് ആ വ്യക്തിക്ക് സന്താനത്തെ കൊടുത്തു എന്നാ. ഇതേ ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം. ഇതേ ആശയങ്ങളും ആദർശങ്ങളും നമുക്കുണ്ടാകണം. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ റബ്ബ് അതിന് പരിഹരിച്ചു തരും, പരിഹാരമേകും. അതിന് ഞാൻ സങ്കടപ്പെടുകയില്ല, അതിന് ഞാൻ ബുദ്ധിമുട്ടുകയില്ല. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എത്ര പ്രാർത്ഥനകൾ. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി. അതെങ്കിൽ ജിലാ ഹുസ്നി 2 രൂപത്തിലും വന്നിട്ടുണ്ട്. പഠിച്ചവനെ, ഖുർആനെ എൻ്റെ ഹൃദയത്തിന് വസന്തമാക്കണേ, എൻ്റെ പ്രയാസം മാറ്റിത്തരണേ, അല്ലെ എൻ്റെ പ്രതിസന്ധി മാറ്റിത്തരണേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരിക.